പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു, പൊടിക്കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയവാൽവ് ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ്, തലവേദന വിട്ടുമാറാത്ത തലവേദന, മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. എങ്ങനെയെങ്കിലും കല്യാണം നടന്നേ മതിയാകത്തുള്ളൂ. വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികൾ തിരക്കി നടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട്. പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹ്യമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ വൈവാഹിക തടസ്സങ്ങൾ യേശു ക്രിസ്തു നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. പണപരമായ തടസ്സങ്ങൾ, അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശു ക്രിസ്തു നീങ്ങിപ്പോകട്ടെ. കർത്താവ് നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേൽ ദൈവകരുണ തോന്നണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. 1 Corinthians 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതിനുള്ള വീഴുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും ഈ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട്. ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട്. എല്ലാവരും തന്നെ മറ്റുള്ള വചനം പ്രസംഗിക്കുന്നവർ തന്നെ. കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ്. ക്രിസ്തുവിനെ പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെ അറിയാമോ? അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ, അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ട്. പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലൊരു മോഡലാകത്തില്ല. അതുകൊണ്ട് ഈശോ പറയും,
എന്താണ് ഈശോയുടെ വർത്തമാനത്തിൽ ഇതൊക്കെ എല്ലാം വരുമല്ല. സ്വയം മത്തായി 18:4 ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതിൻ്റെ വിഷയം നമ്മൾ ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയാണ്, കൂനയാണ്, ശിശു നിഷ്കളങ്കനാണ്, ആന, അതൊന്നും വലിയ പ്രശ്നവും. സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. ശിശുവിനവിടെ പ്രാധാന്യമൊന്നും ഇല്ല. ശിശു ഒരു മോഡലാണ്, ടീച്ചിങ് എയ്ഡാണ്. അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കണത് എന്താണ്? ഈശോ ഉദ്ദേശിക്കണത് സ്വയം ചെറുതാകുന്നുള്ളതാണ്. സ്റ്റാറ്റസ് ലോയിങ്ങാ, അല്ല സാത്താൻ കൊണ്ടൊന്നും ചെറുതാക്കണമല്ല മറ്റുള്ളവർ. നമ്മൾ തന്നെ സ്വയം ബൈബിള് ഭയങ്കര ഫിൽട്ടറിങ്ങാണ്. അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട്. അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും. സ്വയം പരിത്യജിക്കണം എന്ന് പറഞ്ഞില്ല. മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിത്യജിപ്പിക്കണ അല്ലത്. 18:4 വായിച്ചില്ലേ നമ്മൾ? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ്. അപ്പൊ ശിശുവിനല്ല പ്രാധാന്യം, സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നല്ല റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സ്കൂളാണ്, ICSE ആണ്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ICSE. എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആദ്യം. പക്ഷേ എല്ലാത്തിലും എനിക്കറിയത്തില്ല, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് പറ്റി. ലാംഗ്വേജ് ഒന്നും എനിക്ക് പ്രോബ്ലം ആയില്ല. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ നന്നായിട്ട്, എനിക്ക് ചെന്നപ്പോഴേ 8, 9, 10 ആണ് കിട്ടിയത്. കെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പം ഞാൻ നന്നായിട്ട് എനിക്കതിൽ ചെയ്യാൻ പറ്റി. നന്നായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒത്തിരി എന്നെ വളർത്തി. എനിക്ക് എല്ലാ തരത്തിലും എന്നെ വളർത്തി. അതിനുശേഷം പിള്ളേർ നന്നായിട്ട് പഠിച്ചു. അവർക്ക് നല്ല ഒരു ഫോർമേഷൻ അവിടെ എനിക്ക് കൊടുക്കാൻ പറ്റി. പ്രാർത്ഥനയിൽ നല്ല ഒരു കുഞ്ഞു പള്ളിയാണെങ്കിലും, അവർ സെൻറ്റ് മേരീസ് ചർച്ചാണ്, ഒരു കുഞ്ഞു പള്ളിയാണെങ്കിലും നല്ല ഒരു പള്ളി തന്നു. ഇവർക്ക് കാറ്റഗിസം അവിടെ ഇല്ല, പക്ഷേ ഇവർ ഓൾട്ടർ ഗേൾസായിട്ട്, അവിടേക്ക് ഓൾട്ടർ ഗേൾസും കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഫോർമേഷൻ ഇവർക്ക് കിട്ടി. നല്ല ഒരു ഇതിലേക്ക് ഞങ്ങൾക്ക് തുടർന്ന് പോകാനായിട്ട് പറ്റി. അതിനുശേഷം പിന്നെ അടുത്തത് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, പക്ഷേ നമുക്കറിയാവുന്ന ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു, ജസ്റ്റ് ഒന്ന് കൊടുത്തു. പക്ഷേ അതങ്ങോട്ട് മൂവ് ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് ഉറപ്പൊന്നുമില്ല കിട്ടുമെന്ന്, നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ ഒരു ദിവസം അവിടുന്ന് അതിൻ്റെ ഒരു ഓഫീസർ വന്നു, നമ്മൾ സംസാരിച്ചു. ഹസ്ബൻഡിനെ അങ്ങോട്ടേക്ക് വിളിച്ചു.
അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഈ കാശുരൂപം, നമ്മുടെ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു മുട്ടയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവേ, അമ്മയ്ക്ക് അമ്മ അനുവദിക്കുന്നെങ്കിൽ ഈ ജോലി തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞാനും പിള്ളേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആൾ തിരിച്ചു വന്നു, കൺഫേമായി. 1 ഇയർ പോകണം, അതിനുശേഷം കൺഫേം ആകും എന്നുള്ള രീതിക്ക് അത് നടന്നു കിട്ടി. അതിനുശേഷം പിന്നെ എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. അവൾ ഇസബൽ മരിയ ചെറിയാൻ. അവൾക്ക് ഒരു കുഞ്ഞിന്, അവളിപ്പോൾ നേഴ്സാണ്, അവൾ ദുബൈയിലാണ്. അവൾക്ക് വരാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ ഞങ്ങളങ്ങനെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊറോണ ടൈമായി പോയി. കൊറോണയിൽ നമുക്കറിയാം, നോർത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഡംപ് ചെയ്യുകയാണ്. നമ്മൾക്ക് പോലെയുള്ള സെക്യൂരിറ്റി ഒന്നുമില്ല. അപ്പം ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങളെ ഫ്ലാറ്റ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കയറിയാലും നമുക്ക് ഫ്ലാറ്റ് അറിയാമല്ലോ, കൺജസ്റ്റഡ് ആണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്ക്, അവർ സിംഗിളായിട്ടാണ് താമസിക്കുന്ന, ഫാമിലി ഇല്ല, ആൾക്ക് കൊറോണ വന്നു. അപ്പോൾ അവിടുത്തെ ഒരു രീതി അനുസരിച്ചിട്ട് അവർ വന്നിട്ട് കംപ്ലീറ്റ്ലി അത് ക്വാറൻറ്റൈൻ ആക്കും, എല്ലാം സീൽ ചെയ്യും. നമ്മുടെ ഡോറും നമ്മുടെ ജനലും എല്ലാം അവർ കംപ്ലീറ്റ്ലി അടച്ചു. അപ്പം ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡിന് പോകാൻ പറ്റത്തില്ല, ആർക്കും പുറത്ത് പോകാൻ പറ്റത്തില്ല, ഞങ്ങളെല്ലാവരും ഉള്ളിലായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് മാറി പോകാനായിട്ട്. അപ്പം കൊറോണയുടെ ടൈമിൽ അവർ ഈ ഷിഫ്റ്റിംഗ് ഒന്നും അവർ അനുവദിക്കത്തില്ല. നമുക്കത് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ക്വാർട്ടേഴ്സാണ്, അവർ എല്ലാ ഫെസിലിറ്റീസും അവരാണ് തരുന്നത്. അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കാരണം ഈ കൊറോണയുടെ ടൈം ആയതുകൊണ്ട്. പക്ഷെ അവിടെയും മാതാവ് എപ്പോഴും എനിക്ക് ഒരു ടെൻഷനും വരത്തില്ല. ഞാനൊരു വിഷമിക്കാൻ തുടങ്ങും. എനിക്കറിയില്ല, ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഈ നാൾ വരെയും ജീവിച്ചിട്ട് എൻ്റെ ഒരു കാര്യവും നടക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ ഒന്ന് വിഷമിച്ചാലും ആ സമയത്ത് അതിനൊരു ഇത് വരും. അപ്പം നമ്മുടെ സ്കൂളിലൊരു സാറ് ഉണ്ടായിരുന്നു, പേരൻ്റാണ് നമ്മുടെ, അറിയാവുന്ന. അപ്പം ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു 1 വീക്ക് 2 വീക്സിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഷിഫ്റ്റിംഗ് എല്ലാം വന്നു. ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീടായിട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ കംപ്ലീറ്റ്ലി അവിടെ സേഫായി. അതിനുശേഷം പിന്നെയും പ്രാർത്ഥനയിൽ ഒരു കാർ എടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് വേണമോ വേണ്ടയോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിരുന്നു. കാരണം നമ്മൾ അവിടെ താമസിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഓക്കെ ആകുമോ എന്നൊക്കെ ഉള്ള ഇതിൽ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് അസാധ്യമെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കത് സാധിച്ചു തരണം എന്നുള്ള രീതിയിൽ. അതിന് വേണ്ടി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചില്ല. അമ്മ അതിനു വേണ്ടി എല്ലാം അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് അതിനൊരു തടസ്സമൊന്നുമില്ലാതെ അത് എടുക്കാൻ പറ്റി. അത് എടുത്തതിന് ശേഷം അതിൻ്റെ EMIക്കോ അതിന് ഒന്നിനും ഒരു കുറവും ഒരിക്കൽ പോലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും അമ്മ പറഞ്ഞ് ഉറപ്പ് തന്നതുപോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി വഴിയൊരുക്കും എന്ന് പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് മന്ത് വരെ, ജൂലൈ 31 വരെ അവിടെ ആയിരുന്നു. അപ്പം വരെയും എല്ലാ പ്രൊട്ടക്ഷനും തന്ന് അമ്മ അനുഗ്രഹിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ കൊറോണയുടെ ടൈമിൽ, എൻ്റെ മോളെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കൊറോണ വരുന്ന സമയം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു, ഞാൻ PG ഇല്ല, അപ്പോൾ +2ലേക്ക് നോക്കാമെങ്കിൽ. ഇപ്പം ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞായിരുന്നു +2 ചിലപ്പം സ്റ്റാർട്ടാകും എന്നൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടണം എന്നല്ല, ഞാൻ പക്ഷേ ഒന്ന് PG ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എൻ്റെ കെമിസ്ട്രി ആയതുകൊണ്ട് സ്കൂൾ ഗോയിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജോലിയിൽ പോകുന്നതുകൊണ്ട്, പ്രാക്ടിക്കലി നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് അങ്ങനെ ഒരു അവൈലബിലിറ്റി ഇല്ല. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് കൊടുത്തപ്പോൾ നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് PG കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞു. ജസ്റ്റ് അത് പട്നയാണ്, ഞങ്ങൾക്ക് അവിടുന്ന് 1 ഡേ ഫുൾ പോകണം, രാത്രിയും പകലും ഇരിക്കണം, എന്നാലേ അവിടെ ചെല്ലുള്ളൂ. ഞാൻ വെറുതെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു, ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോക്കി, ഞാൻ അവിടെ പോയി എനിക്ക് എക്സാം എഴുതാൻ താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുമോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരു സിസ്റ്ററിൻ്റെ കോൺവെൻറ്റ് അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഞാൻ ആട്ടെ, മാതാവ് എന്നെ അനുഗ്രഹിക്കും. അപ്പോൾ അത് കൊടുക്കണം എന്നുള്ള ഒരിത് എനിക്ക് കൊടുക്കുന്ന തന്നെ എൻ്റെ മനസ്സിൽ തോന്നിച്ചുകൊണ്ടിരുന്നു. എനിക്കെപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്ക് നടക്കുമെങ്കിൽ എനിക്കത് സ്മൂത്തായിട്ട് വരും. അതിനെനിക്കൊരു ഒരു തടസ്സങ്ങളൊന്നുമില്ലാതെ ഞാൻ പോലും അറിയാതെ അങ്ങ് നടക്കും. അങ്ങനെയാണ് എപ്പോഴും.
അപ്പം ഞാൻ ഇത് വെറുതെ ഞാൻ അപ്ലൈ ചെയ്തു. അതിന് വലിയ ആപ്ലിക്കേഷൻ ഫീസൊന്നുമില്ല. അപ്പം ഞാനത് വലിയ ഫീസില്ല. അപ്പം ഞാൻ കൊടുത്തേക്കാം, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിള്ളേർ പഠിക്കുവാണ്, അപ്പോൾ എനിക്ക് പഠിക്കണമല്ലോ. അപ്പം ഞാൻ കൊടുത്തു. എനിക്കത് ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാൻ കൊടുത്തു. കിട്ടുമോ എന്നുള്ളത് പിന്നീട് അമ്മ അനുഗ്രഹിച്ചാൽ എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഈവനിങ് തന്നെ എനിക്ക് അഡ്മിഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് ഇത് വന്നു, ഓഫർ പോലെ അവർ നമ്മുടെ യു ആർ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ അതിന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കൊറോണയുടെ ടൈം ആയപ്പോൾ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സാം എഴുതണമെങ്കിലും നമ്മൾ അവിടെ പോയി എഴുതണം, പഠിക്കാം നമുക്ക്, അവർ കോഴ്സിൻ്റെ കോച്ചിങ് എല്ലാം തരും. അപ്പോൾ ഞാൻ ഓർത്തു എക്സാം അവിടെ പോയി എഴുതണം. അപ്പോൾ ഈ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് അവരത് എക്സ്റ്റെൻഡ് ചെയ്തു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് എൻ്റെ മോള് കറക്റ്റ് 10th അത് ടൈമായി, അതിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ടൈമായി. അപ്പോൾ എനിക്ക് ഉറപ്പായി അവൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, അവൾ സ്കൂളിൽ നല്ല ടോപ്പറായിട്ട് വരുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഇവരെ വിട്ടിട്ട് അവൾ 10 പഠിക്കുമ്പം എനിക്ക് പഠിക്കേണ്ട, ഞാൻ എന്നാൽ എൻ്റെ പരീക്ഷ വിട്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മേ ഞാൻ ഇത്രയും ചെയ്തതല്ലേ, ഫസ്റ്റ് ഇയർ ഞാൻ ചെയ്തു, ഞാൻ അസൈൻമെൻറ്റൊക്കെ ഒത്തിരി എഴുതാനുണ്ട്, അമ്മയെ അനുവദിക്കണമേ, അമ്മ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫൈനലി എൻ്റെ എക്സാം ഡേറ്റ് വന്നു. ഭയങ്കര അതിശയമായിട്ട് ആ എക്സാം ഡേറ്റ്, എൻ്റെ മോൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് 1 month ഹോളിഡേയ്സ് കൊടുക്കുന്ന, എക്സാമിൻ്റെ ഒരു സ്റ്റഡി ലീവ് കൊടുക്കുന്ന ടൈം എൻ്റെ എക്സാം വന്നു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാനും മോളും കൂടെ അവിടെ പോയി, ഞങ്ങളവിടെ ഹോസ്റ്റലിൽ താമസിച്ചു. ആ 2nd ഇയറിൽ ഇവളുടെ എക്സാം ആയതുകൊണ്ട് ഞാൻ ഇവളുടെ പുറകെയും ഇതെനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഒന്നും തന്നെയും പഠിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഒരു എക്സാം ഇന്നാണെങ്കിൽ 2 ദിവസം ഗ്യാപ്പ്, അങ്ങനെയാണ് എക്സാം വരിക. അപ്പം ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഇവളിരുന്ന് പഠിക്കുമ്പം അവൾ പറയും അമ്മ ഒന്ന് പഠിക്കുക. അങ്ങനെ ഇവളുടെ ഒരു ഇതുകൊണ്ട് അങ്ങനെ എൻകറേജ് ചെയ്തു. ഞാൻ നന്നായിട്ട് പഠിച്ചു. എനിക്ക് എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം ചെയ്യാൻ പറ്റി. എനിക്ക് നല്ല സ്കോർ ചെയ്യാനും പറ്റി. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നല്ല പെർസെൻറ്റേജോടുകൂടി എനിക്കത് പാസ്സാകാനായിട്ട് പറ്റി. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ മോളുടെ എക്സാം ആയിരുന്നു. അവളെ എക്സാമിന് കയറുമ്പോൾ ഞാൻ ആ സ്കൂളിൽ തന്നെ, ഇവളെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഞാൻ. അവൾ എക്സാം എഴുതാനിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രം പെർമിഷനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ് റൂമിൽ ഇരിക്കാം. അപ്പം ഞാൻ അവൾ എഴുതുന്ന ക്ലാസ് റൂമിൻ്റെ തൊട്ടിപ്പുറത്തെ ക്ലാസ് റൂമിൽ അടച്ച് ഈ മാതാവിൻ്റെ ഫോണിൽ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് ഞാൻ ഈ കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു 153 എനിക്കറിയില്ല, ഞാൻ ആ എക്സാം തീരുന്നിടം വരെയും 2 മണിക്കൂറല്ല അതിൽ കൂടുതലും ഇവൾ പഠിക്കുമ്പോഴും ഒക്കെയും ഞാൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു, ഒരു തടസ്സവും വരാതെ. അച്ഛൻ്റെ ടോക്ക് കേട്ടുകൊണ്ടിരുന്നു. എപ്പോഴും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു ഭയങ്കര നമുക്കറിയാൻ പറ്റത്തില്ല ആ ഫീൽ. എനിക്കിങ്ങനെ കരയാനാണോ എനിക്കറിയില്ല, എനിക്ക് എല്ലാം കിട്ടാൻ പോകുക എന്നുള്ള നമ്മുടെ ഒരു ഭയങ്കര പ്രതീക്ഷ. ജീവിതത്തിൽ നമുക്ക് അത് വളരെ കുറച്ച് സമയത്തായിരിക്കും. എനിക്ക് നേരത്തെ ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ അച്ഛൻ്റെ ടോക്ക് എപ്പോഴൊക്കെ ഈ ട്യൂസ്ഡേയിൽ കേൾക്കുമോ അപ്പം നമുക്കൊരു വലിയ പ്രതീക്ഷ എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇവൾ സ്കൂളിൽ ഗേൾസിൻ്റെ സൈഡിൽ ഫസ്റ്റ് ടോപ്പറായിട്ട് വന്നു, സെക്കൻഡ് ടോപ്പർ സ്കൂളിൽ വന്നു. 96.8% മാർക്ക് ICSEയിൽ ക്ലാസ് 10 വാങ്ങിച്ച് അവൾക്ക് പാസ്സാകാനായിട്ട് പറ്റി. നെക്സ്റ്റ് ഇയറിലും അതുപോലെ എൻ്റെ രണ്ടാമത്തെ മോള് എലിസബത്ത് ആൻമരിയ ക്ലാസ് 10ലേക്ക് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾക്ക് വേണ്ടിയും നന്നായിട്ട് ഇതുപോലെ സെയിം തന്നെ പ്രാർത്ഥിച്ചു. അമ്മ 93%, അവൾക്കൊരു 89-88 ക്രോസ് ചെയ്തിട്ടില്ല. അവൾ നന്നായിട്ട് പരിശ്രമിച്ചാലും 90ൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ICSE വന്നപ്പോൾ നമ്മളുടെ പ്രതീക്ഷ ഒരു 90 വരെ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മ അതിനേക്കാളും അപ്പുറമായിട്ട് നന്നായിട്ട് അവൾക്ക് എല്ലാ എക്സാമിനും ഇതുവരെ എഴുതിയേക്കാളും നന്നായിട്ട് അവൾക്ക് ചെയ്യാൻ പറ്റി. 93% മേടിച്ച് അവൾക്ക് ICSEയിൽ ക്ലാസ് 10 പാസ്സാകാനായിട്ട് പറ്റി. ഇവരെല്ലാവർക്കും പ്രാർത്ഥന കാണാതെ അറിയാം. ഇവർ കുഞ്ഞിലെ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ മുതൽ, ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് മുതൽ ഈ പ്രാർത്ഥന ഇവരെല്ലാവരും ചെല്ലും. ഇവർക്കെല്ലാവർക്കും അത്. അപ്പം എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ പറയും, നീ പെട്ടെന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കോ, കുരിശു വരച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കോ. അപ്പം അങ്ങനെ നടന്നു. ഇളയ ആൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അവിടെ ഇംഗ്ലീഷിലെ പ്രെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കാണാതെ പഠിച്ച് ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ
ഇവർ രണ്ടുപേരും നാട്ടിലേക്ക് അഡ്മിഷൻ എടുത്തു. പിന്നെ ഞാൻ അപ്പം എനിക്ക് അവിടെ നിന്നൊന്ന് ചേഞ്ച് ആയിട്ട് ഒന്നും എങ്ങോട്ടെങ്കിലും മാറണമെന്ന് ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ദുബായിൽ ജോലി കിട്ടിയായിരുന്നു, അവൾ നേഴ്സായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ടീച്ചറായിട്ടുള്ളവർ നമ്മളെ എടുക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പരിശ്രമിച്ചു. അപ്പോൾ എനിക്ക് ഒരു ഗ്രൂപ്പിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡായി. അപ്പം അത് ഞാൻ ദുബൈയിലേക്കാണ് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴെങ്കിലും എനിക്ക് കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യം എക്സ്പീരിയൻസ് ഒരു 10 more years ഉണ്ട്. അപ്പം ആ ഒരു രീതിക്ക് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഇങ്ങനെ നോക്കി, ജസ്റ്റ് ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ കുറേയൊക്കെ സെലക്ട് ചെയ്തിട്ടു അങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ച് മൂവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ വന്നു. ഇപ്പോൾ UK ഫെബ്രുവരി മുതൽ, കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ ടീച്ചേഴ്സിനെ അവർ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടീച്ചേഴ്സ്, എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ന്യൂസ് ഞാനിങ്ങനെ ഈ ടെലിഗ്രാം വഴി കേട്ടു. അപ്പോൾ അതിലെനിക്കൊരു ഫ്രണ്ട്, അവൾ യമി എന്നാണ് അവളുടെ പേര്, അവൾ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ അവളെ ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ദിവസം ഇങ്ങനെ ധ്യാനത്തിൻ്റെ ഇതയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചു. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊക്കെ ട്രൈ ചെയ്യാം, അവളും ടീച്ചറാണ്, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി IELTS എഴുതണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇച്ചിരി പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. അപ്പം എനിക്കൊരു കോൺഫിഡൻസും ഇല്ല, എനിക്കൊരു മെറിറ്റും ഇല്ല. എനിക്കറിയാം, ഞാൻ കുറേ നാളായല്ലോ പഠിച്ചിട്ട്, ഞാൻ കുറേ നാളായി, മീൻസ് ഇങ്ങനെ എഴുതിയ ആ ടൈമിങ്ങിലൊന്നും തീരത്തില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ ക്രൈറ്റീരിയസൊക്കെ കേട്ടപ്പോൾ അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ അന്നേരം വിചാരിച്ചു എന്തായാലും ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഇവിടെ ഞങ്ങളങ്ങനെ വരാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്, ഈ കൊറോണയൊക്കെ ആയപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ അനിയത്തി പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം, നീ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് നീ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് നീ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ട് വാ, എന്നിട്ട് നീ പോ. അങ്ങനെ ഞാൻ അന്ന് പെട്ടെന്ന് ഞാൻ തീരുമാനം എടുത്തു, ഞാൻ ബുക്ക് ചെയ്തു, ഫ്ലൈറ്റിന് ഞാൻ ഇവിടെ വന്നു. പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടിയൊക്കെ പുതുക്കി. അച്ഛനെ എനിക്ക് കാണാൻ പറ്റി, അച്ഛൻ കാശുരൂപം തന്നു, പ്രാർത്ഥിക്കാൻ നേരം അത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. എനിക്ക് IELTS അത്ര നല്ല സ്കോർ കിട്ടില്ല, 6.5 ആണ് വേണ്ടത്. എനിക്ക് ലിസണിങ്ങും ഒക്കെ എല്ലാം, സ്പീക്കിംഗ് എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്തു. പക്ഷേ റൈറ്റിംഗ് വന്നപ്പോൾ എനിക്ക് സ്പീഡില്ല. എനിക്കറിയാവുന്ന കണ്ടൻറ്റാണ്, പക്ഷേ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അപ്പം അത് അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് മാർക്ക് 5.5 ആയിപ്പോയി സ്കോർ, ഈ റൈറ്റിങ്ങിന് മാത്രം. മറ്റേ സ്പീക്കിങ്ങിനൊക്കെ നല്ല സ്കോർ വന്നു. അപ്പം ഞാൻ ഈ പുറത്തേക്ക് പോകാനൊരു ഏജൻസീനെ ഇങ്ങനെ ഒന്ന് ചൂസ് ചെയ്തു. അവർ വഴി ഞാനിങ്ങനെ കൊടുത്തു. അപ്പം നെക്സ്റ്റ് അവർക്ക് 5 days ആണ് അവരുടെ ഓഫറിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പം 5 days ആയപ്പോൾ എനിക്ക് ഓഫർ വന്നു. ഞാൻ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവർ എന്നോട് പറഞ്ഞു IELTSൻ്റെ ഒരു സ്കോർ നമുക്കിത് പറ്റത്തില്ല, അവിടെ 6.5 ഓവറോൾ വേണം, എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ വരണം, എല്ലാ 4 modules ഉണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാം അങ്ങനെ തന്നെ വരണം. അപ്പോൾ 6-ൽ താഴെ പോകാൻ പറ്റത്തില്ല, കാരണം PG കോഴ്സ് ആയതുകൊണ്ട്. ഒരു കോഴ്സ് എടുത്തിട്ട് ചെയ്യാം, ഒരു കോഴ്സ് എടുത്താലാണ് നമുക്കൊരു VC എൻട്രി കിട്ടുക, ആ ഒരു രീതിയിൽ ചിന്തിച്ചു. അതിലും ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ വിസ എൻ്റെ കയ്യിൽ വരുന്നിടം വരെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എൻ്റെ ആഗ്രഹം എൻ്റെ പിള്ളേരെ പഠിപ്പിക്കണം എന്നാണ്. എനിക്ക് അങ്ങനെ അവിടെ പോയി പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ മാതാവ് ഞാനൊരു ചെറിയ ആഗ്രഹിച്ച് എനിക്ക് ഒത്തിരി വലിയതായിട്ട് എനിക്ക് നടത്തി തന്നു. ഞാൻ അവിടെ എനിക്ക് എക്സാം അവർ പിന്നെ എനിക്ക് ഡ്യുവലിംഗോ എന്ന് പറയുന്ന ഒരു എക്സാം അവിടുന്ന് അവർ തന്നെ എനിക്ക് ക്യാഷ് അടയ്ക്കേണ്ടി വന്നില്ല. അവരുടെ ഒരു കോഡ് വെച്ചിട്ട് എനിക്ക് തന്നു. ഞാനത് അറ്റംപ്റ്റ് ചെയ്തു. 120 മതിയായിരുന്നു. 130-ൽ എനിക്ക് നല്ല സ്കോർ കിട്ടി. അങ്ങനെ അതെല്ലാം പാസ്സായി. അതിന് എല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് മെഡിക്കൽ ഓരോ കാര്യവും ഇതുപോലെ സംതിങ് സ്പെഷ്യലായിരുന്നു. നമ്മൾ ചെല്ലുമ്പം എന്നെ കണ്ടാൽ വല്ലതും അങ്ങനെ തോന്നുമെന്ന് ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. എന്നെ ഇങ്ങനെ ബഹുമാനിക്കാനോ ഞാൻ വരുമ്പോൾ മാറിത്തരാനൊക്കെ എനിക്കങ്ങനെ വല്ലതും അത്ര അതിശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോഴൊക്കെ പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ ഒരു തടസ്സവും ഇല്ല. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല എനിക്കിത് കിട്ടിയേ പറ്റുമെന്ന്. പക്ഷേ അമ്മ മാതാവ് എനിക്ക് ഇത് വെച്ചിരിക്കുന്നതാണ്, നീ ഇത് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ അമ്മ എൻ്റെ കൂടെ വന്ന് എല്ലാം നടത്തി തന്നു. ക്യാഷൊക്കെ 1 രൂപ പോലും കയ്യിലില്ലാതിരുന്ന സമയത്താണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. അപ്പോഴൊക്കെ എവിടെ നിന്നൊക്കെ ഒത്തിരി പൈസയൊക്കെ ആയി, എങ്ങനെ വന്നെന്നോ എന്തൊക്കെ എങ്ങനെ നടന്നെന്നോ നമ്മൾ ഒത്തിരി വലയേണ്ടി ഒന്നും വന്നില്ല. എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോയി. വിസ വന്നു. വിസ 15 days ആണ് നോർമലി. പക്ഷെ അതും കഴിഞ്ഞിട്ട് എനിക്കൊരു 7 days വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് വിസ വന്നു. എൻ്റെ ഏജ് 40 ആണ്.
ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഈ ഒരു ഏജിൽ. അമ്മയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടും അമ്മ എന്നെ കരുതിയത് കൊണ്ടും മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇതുവരെയും നടന്നത്. ഇത് എൻ്റെ വിസയാണ്. ഇന്നലെയാണ് ഞങ്ങൾ ബൈ റോഡാണ് വന്നത്. അതും വലിയ അത്ഭുതമാണ്. എനിക്ക് വണ്ടിയിലിരുന്നാൽ ഛർദ്ദിക്കുന്ന ഒരു ഇതുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്താൽ ഞാൻ ഛർദ്ദിക്കും, പിന്നെ ഫ്ലാറ്റ് ആകും, പിന്നെ ഞാനങ്ങനെ തളർന്ന് കിടക്കും. ചെല്ലേണ്ട അടുത്ത് ഞാൻ ചെല്ലും, പക്ഷേ ഞാൻ ഫ്ലാറ്റ് ആകും. പക്ഷെ ഞാൻ അവിടുന്ന് ഞങ്ങൾ ജാർഖണ്ഡിൽ നിന്ന് ഇന്നലെ 4th ഡേ ആണ് ഞങ്ങളിവിടെ വന്നത്. ബൈ കാറിൽ ആണ് വന്നത്. അപ്പം ഞാൻ ഹസ്ബൻഡും മാറി വണ്ടി ഓടിച്ചു വരാനൊക്കെ പ്ലാൻ ചെയ്തു. ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മയുടെ ഉപ്പും തൈലവും മാത്രം കയ്യിൽ കരുതി, വേറെ ഒന്നിനെ പറ്റിയും ബോധർ ചെയ്തില്ല, ഒരു ടെൻഷനും വന്നില്ല. കയറിയപ്പോഴേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, വണ്ടിയിൽ കുരിശ് വരച്ചു. ഹസ്ബൻഡിനും നെറ്റിയിലും എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ചു, തൈലം കൊണ്ട് ഉപ്പെടുത്ത് കഴിച്ചു. ഒരു കുഴപ്പമില്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു ഭയങ്കര സ്മൂത്ത് റോഡിൽ ഒരു തടസ്സവും വരാതെ, ഞങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത് കുറച്ച് ടൈം അല്ലാതെ, ടൈം പോലും വേസ്റ്റ് ആകാതെ ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഞാൻ പ്രോമിസ് ചെയ്തായിരുന്നു, ഞാൻ വരുമ്പോൾ ഇവിടെ കയറി അമ്മയെടുത്ത് ഇത് എൻ്റെ വിസ കാണിച്ച് അമ്മയെടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ. സോ ഞങ്ങൾ ഇതിലേ തന്നെ വന്നു. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ജാം ആയതുകൊണ്ട് നമുക്ക് വണ്ടി അത്രയും ടൈമിൽ വന്നില്ല. 9:30 ആയി ഇവിടെ വന്നപ്പോൾ. ഞാൻ ഇവിടെ അമ്മയോട് പുറത്ത് നിന്ന് സെക്യൂരിറ്റി എല്ലാം ക്ലോസ് ചെയ്ത് പോയി. അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഇന്ന് 2nd ഡേ ആണ്. ഞാൻ എൻ്റെ പിള്ളേരുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വന്നു. എനിക്ക് നിങ്ങളോട് അതുപോലെ എനിക്ക് ദർശനം കിട്ടുമായിരുന്നു. എനിക്ക് സ്വപ്നത്തിൽ എൻ്റെ ഇതിൽ കുറച്ച് ഇതിൽ വന്നപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിത് നടക്കത്തില്ലെങ്കിൽ, IELTS തോറ്റുപോയി. അപ്പം എനിക്ക് വേണ്ട സ്കോർ കിട്ടാഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിത് നടക്കത്തില്ലെങ്കിൽ വേണ്ട, എനിക്ക് അങ്ങനെയില്ല, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അന്ന് വെളുപ്പിനെ ഞാൻ ഒരു 4:30 ആയപ്പോൾ ഞാൻ എൻ്റെ ഉറക്കത്തിൽ കണ്ടു വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് അധ്യായം ഒന്നൊന്നും അറിയത്തില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതിനുശേഷം കണ്ടിന്യൂസ് പിന്നെ ജോഷുവ 1:9